ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ. കുറച്ച് ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ള ഉത്തരം പറയാൻ വിചാരിച്ചു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരെന്തുവാണ്. അപ്പോൾ എൻ്റെ പേര് പ്രവീണ എന്നാ, ഫുൾ നെയിം പ്രവീണ MP എന്നാ. അപ്പം എൻ്റെ പേര് പ്രവീണ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ഥലം എവിടെയാണ്. അപ്പം ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലാണ്. ചെങ്ങന്നൂരിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേരിശ്ശേരി എന്ന് പറയും. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തോ പഠിച്ചതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ BCom പഠിച്ചതാണ്. അപ്പം അതിവിടെ അടുത്തുള്ളൊരു IHRD കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. BCom കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഏപ്രിലാണ് BCom കഴിഞ്ഞത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇത് 3 മാസം ആവുന്നതേ ഉള്ളൂ ഞാൻ BCom കഴിഞ്ഞിട്ട്. 3 മാസം കഴിഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. 3 മാസം കഴിഞ്ഞ് ഇപ്പം BCom കഴിഞ്ഞിട്ട് ഇനി അടുത്തത് വേറെ എന്തെങ്കിലും നോക്കണം. എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ കുറച്ച് താമസമുണ്ട്. അത് കാരണം ഞാൻ ഇപ്പം PSC കോച്ചിങ്ങിന് പോവാം. ഇപ്പോൾ PSC കോച്ചിങ്ങിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് താമസമുള്ള കാരണം ഇപ്പം PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോവുക. അതിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. ഈ ഒരു ചാനൽ തുടങ്ങിയതിന് മുന്നാണെന്ന് തോന്നുന്നു. ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നാന്ന് തോന്നുന്നു പോകാൻ തുടങ്ങിയത്. ഈ ഒരു മാസത്തോട്ടാണ് ഞാൻ പോകാൻ തുടങ്ങിയത്. ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് ഞാൻ അവിടെ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ ക്ലാസ്സിന് ഏത് ക്ലാസ്സിനാണ് പോകുന്നത്, എന്ത് ക്ലാസ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSC കോച്ചിങ് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അത് രാവിലെ 10:30 തൊട്ടിട്ട് ഉച്ചയ്ക്ക് 1:30 വരെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഒരു 1 മണിയാകുമ്പോൾ ഇടും. പിന്നെ എൻ്റെ മാനേജർ മാത്രമാണ് ക്ലാസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പുള്ളി 1:30 വരെ ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. വെറുപ്പിനും കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളൊക്കെ ആയിട്ടുള്ള ക്ലാസ് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ, അച്ഛൻ്റെ അമ്മ, ഞങ്ങൾ 5 പേരാണ് ഞങ്ങളുടെ വീട്ടിനകത്തിലുള്ളത്. പിന്നെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പം അടുത്ത വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.